ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പുഡിങ്ങിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് 10 പേക്ക് പാൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5 ട്രേ പുഡിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പുഡിങ് ട്രേയിലല്ല സെറ്റ് ചെയ്യണത്, നമ്മൾ കപ്പിലാണ് കേട്ടോ. ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യണത് സെയിൽ ചെയ്യാനല്ല, ഞാനൊരു പ്രോഗ്രാമിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പള്ളിയിലേക്ക് റബീഉൽ അവ്വലിന് നൈറ്റിൽ മൗലൂദിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ 3 പള്ളിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു 100 വിചാരിച്ചത്, പക്ഷേ ചെയ്തു വന്നപ്പോൾ എമൗണ്ട് ഒരുപാട് കൂടിപ്പോയിട്ടോ. കാരണം ഇതിൻ്റെ കറക്റ്റ് കപ്പിൽ ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് വേണം, എത്ര ട്രേ പുഡിങ് ആവശ്യം വരുന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു ഏകദേശ കണക്ക് വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 5 ട്രേ പുഡിങ്ങിലേക്ക് ഒരു ട്രേയിൽ 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ മൊത്തം 10 പാക്കറ്റ് പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചപ്പോൾ അതൊരുപാട് സൈസ് കുറവായതുകൊണ്ട് നമ്മൾ വലിയൊരു പാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ടോട്ടൽ 10 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ ഡേറ്റ് നോക്കിയിട്ട് മേടിക്കുക. ഒരു പാക്കറ്റ് പാൽ കേട് വന്നു കഴിഞ്ഞാൽ മൊത്തം പാൽ പോകും കേട്ടോ. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് അന്ന് ഫ്രഷ് വന്നതാണ് കേട്ടോ പോയി എടുത്തത്. അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഫോൾട്ട് സംഭവിക്കാറുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് പാൽ കേട് വന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ബാക്കിയുള്ളതൊക്കെ കേട് വന്നു പോകും. അങ്ങനെ നമ്മൾ പാലൊക്കെ നമ്മൾ ഇതിൽ ചൂടാക്കാൻ വെക്കുകയാണ്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെക്കാനുണ്ട്. ഒരു പാക്കറ്റ് പാലിൽ 10 ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ള രീതിക്കാണ് കേട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 10 പാക്കറ്റ് പാലാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 100 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റ് വലിയ പാക്കറ്റാണ് ഞാൻ മേടിക്കാറുള്ളത്. കാരണം നമുക്ക് വലിയായിട്ട് ബൾക്ക് ഓർഡേഴ്സാണ് വരാറുള്ളത്. അപ്പോൾ ചെറിയ പാക്കറ്റൊന്നുമല്ല മേടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ ഈ ഒരു പാക്ക് ഫുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 10 ഗ്രാമും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ കപ്പുകളൊക്കെ ഫ്രിഡ്ജിൽ കയറ്റുക എന്നുള്ളതൊക്കെ ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ തണുപ്പിക്കുക എന്നുള്ളത് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എക്സ്ട്രാ ഒരു 10 ഗ്രാമും കൂടി ചൈന ഗ്രാസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് വെക്കണ ചൈന ഗ്രാസ് ആണ്, പുറത്ത് വെക്കണ പുഡിങ് ആണെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. നോർമലി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് നമുക്ക് 10 ഗ്രാമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 8 ഗ്രാമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരു സ്റ്റൗവിൽ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, മറ്റേ സ്റ്റൗവിൽ നമ്മൾ ചൈന ഗ്രാസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസിൽ ഒഴിക്കാൻ വെള്ളത്തിൻ്റെ എമൗണ്ട് അങ്ങനെ കറക്റ്റ് എമൗണ്ട് ഒന്നുമില്ല. കുറച്ച് നമുക്കൊരു 3-4 കപ്പ് ഒഴിച്ച് നോക്കുക. അതിങ്ങനെ ചൂടായിട്ട് ഇതിങ്ങനെ മെൽറ്റായിട്ട് വരും. അപ്പോൾ തീരെ മെൽറ്റ് ആവണില്ല, താഴെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 ഗ്ലാസ്സും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞാനങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ പാല് നല്ല തിളച്ച് മറിയൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. രണ്ടിൻ്റെയും ചൂട് ഒരുപോലെ ആയാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു കേട്ടോ. നല്ല അത്യാവശ്യമുള്ളതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ടൈം കൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് ഇങ്ങനെ മെൽറ്റായി കൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലാവശ്യമുള്ള പഞ്ചസാരയും അതുപോലെ നമ്മൾ അതിലേക്കുള്ള മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഓപ്ഷനിലാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ല വെച്ചിട്ട് കുഴപ്പമില്ല. ഇനി കൂടുതൽ ഫുള്ള് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. അതങ്ങനെ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ പുഡിങ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മളെ സെയിൽ ചെയ്യുമ്പോഴൊക്കെ അവർ പറയുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ്. ചില കസ്റ്റമേഴ്സ് നമ്മളടുത്ത് നല്ല റിച്ച് ആയിട്ട് ചെയ്യാൻ പറയും, അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്യും. ചില കസ്റ്റമേഴ്സ് റിച്ച് ആവേണ്ട, അവർക്ക് ജസ്റ്റ് ഷോ ഓഫിന് വേണ്ടി മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന ഓർഡേഴ്സിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ബോട്ടിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി നമ്മൾ പഞ്ചസാര കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ പഞ്ചസാര മധുരം കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ഈ ചൈന ഗ്രാസൊക്കെ ഒഴിച്ച് വരുമ്പോൾ മധുരം കറക്റ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒഴിച്ച് വരുമ്പോൾ മധുരം നല്ല കുറവായിരിക്കും. അങ്ങനെ നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആവാതെ കട്ട പിടിച്ച് കിടക്കണതൊക്കെ ഉണ്ടാവും കേട്ടോ.
ഫുള്ളൊന്നും മെൽറ്റായിട്ടുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ അരിപ്പ വെച്ചിട്ട് എല്ലാം ഒന്ന് അരിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം മെൽറ്റ് ആവാത്ത ചൈന ഗ്രാസൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല, കാരണം ചില ടൈമിൽ കടിക്കും. അത് ചിലപ്പോൾ ടേസ്റ്റാണ്, ചിലപ്പോൾ വലിയ വലിയ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കസ്റ്റമേഴ്സിനൊന്നും ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അരിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു പുഡിങ് ഞാൻ 2 ഫ്ലേവറിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു മിക്സ് ഞാൻ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരേ അളവിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എസെൻസാണ് ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടൈഗറിൻ്റെ പിസ്തയുടെ എസെൻസും അതുപോലെ ആൽമണ്ടിൻ്റെ ബദാം മിക്സാണ് കേട്ടോ യൂസ് ചെയ്യണത്. രണ്ടും 2 ടൈപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പേഴ്സണലി ഈ എസെൻസ് ആഡ് ചെയ്യണതിൽ ഈ ബദാം മിക്സിൻ്റെ പുഡിങ്ങാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാവുമല്ലോ. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് എസെൻസിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബാക്കിയൊക്കെ എനിക്കത്ര വലിയ നമുക്കൊരു എസെൻസ് പോലെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഇതങ്ങനെ തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫ്ലേവറിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കപ്പുകൾക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. നല്ല ടൈം എടുക്കുക. ഞാൻ എത്ര എണ്ണം വെച്ച് ചെയ്തതൊന്നുമല്ല, എത്ര എണ്ണം കിട്ടണോ അതുവരെ ചെയ്യാമെന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കപ്പുണ്ടല്ലോ, അത് ഞാൻ ഒരു 100 എണ്ണത്തിൻ്റെ ഒരു പാക്ക് ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 100 എണ്ണത്തിൽ കറക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാക്ക് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് വന്നപ്പോൾ 100 എണ്ണത്തിലേക്ക് മാത്രം നമ്മുടെ ബദാം മിക്സിൻ്റെ പുഡിങ് ഉണ്ടായിരുന്നു. ബാക്കി നമ്മൾ പിസ്ത ബാക്കിയായി. അപ്പോൾ കപ്പ് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള കപ്പ് നമുക്ക് കിട്ടുകയും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബദാം മിക്സിൻ്റെ ഇത് ഫുള്ള് ഇതിൽ ആഡ് ചെയ്ത് വെച്ചു. ബാക്കി നമ്മൾ നോർമൽ കപ്പ് ഉണ്ടല്ലോ, നമ്മളെ പായസം ജ്യൂസൊക്കെ കിട്ടണ വലിയ കപ്പ്, അതാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം അതിൽ ഒഴിച്ച് നോക്കി. അപ്പോൾ അത് നല്ല അതിനെ നമ്മൾ ആദ്യം ചെയ്ത കപ്പിനേക്കായി ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിൽ ചെയ്യണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഒരുപോലെ കൊടുക്കണതല്ലേ നല്ലത് നമ്മൾ ഒരു പരിപാടിക്കൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ഒഴിച്ച് വന്നപ്പോൾ ഒരുപാട് ആഡ് ചെയ്തിന് വന്നു. പിന്നെ ഞങ്ങൾ ഷോപ്പിൽ കസിനെ വിട്ടിട്ട് മറ്റേ ടൈപ്പിലുള്ള കപ്പ് തന്നെ നമുക്ക് ഒരുപാട് പോയിട്ട് പല പല കടയിൽ കയറിയിട്ട് സംഭവം കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കിട്ടിയെന്ന് അവന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇതവിടെ നിർത്തി വെച്ചിട്ട് അവൻ്റെ കപ്പ് വന്നിട്ട് ആദ്യം ചെയ്ത അതേ ക്വാണ്ടിറ്റി തന്നെ അതേപോലത്തെ കപ്പിൽ തന്നെ നമ്മൾ ബാക്കി സെറ്റ് ചെയ്യാണ് കേട്ടോ. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ അടുത്തുള്ള 2 പള്ളിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ നമുക്ക് 3 പള്ളിയിലേക്കും കൊടുക്കാൻ ഉണ്ടായിരുന്നു. ഇത് നമ്മളടുത്ത് ആരും പറയണമെന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്തതാണ്. നോർമലി എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് 3 പള്ളിയിലൊക്കെ ഒന്നിച്ച് വലിയൊരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 2 പള്ളിയിലേക്കും കൂടി ആയിട്ട് 2 ഫ്ലേവേഴ്സും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ കപ്പായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു 170 കപ്പ് പുഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളെ വീട്ടുകാർക്ക് തന്നെ മക്കളെല്ലാവരും കസിൻസും എല്ലാവരും കണ്ടപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഈ ഒരു കപ്പിലും കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എല്ലാം ചെയ്തതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ അതങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പുഡിങ് നോർമലി പുറത്തിരുന്നിട്ട് തന്നെ സെറ്റ് ചെയ്തതാണ്. ഞാനിത് തണുപ്പിക്കണമൊന്നുമില്ല. ഇതിന് ലിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് ലിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് തന്നെ. എല്ലാ പുഡിങ്ങും ഇങ്ങനെയല്ല കേട്ടോ സെറ്റ് ചെയ്യുക. നമ്മൾ എസെൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിലും ചൈന ഗ്രാസ് ചേഞ്ച് ആവും. നോർമലി ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചേഞ്ച് വരും. അപ്പോൾ പുഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ പുഡിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു പുഡിങ്ങൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുന്നത് ഓരോരോ ട്രേയിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിംഗ് റാപ്പ് ചുറ്റിയതാണ് കേട്ടോ, കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ട്രേ എടുക്കാൻ നല്ല സുഖമാണ്.